നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്രീഷനിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത്, ഇൻട്രൊഡക്ഷൻ ടു ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ ന്യൂട്രീഷൻ എന്താണ്, ഫുഡ് എന്താണ്, ന്യൂട്രിയൻസ് എന്താണ്, ടൈപ്സ് ഓഫ് ന്യൂട്രിയൻസ് എന്താണ്, ഒപ്റ്റിമൽ ന്യൂട്രീഷൻ, അണ്ടർ ന്യൂട്രീഷൻസ് ആൻഡ് ഓവർ ന്യൂട്രീഷൻ, അതുപോലെ തന്നെ ന്യൂട്രീഷൻ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതിൻ്റെ റോൾ, കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുക. അതുപോലത്തെ കുറേ ക്ലാസിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ. വെരി ഈസി ആയിട്ട് പഠിക്കാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള എന്നാൽ ബേസിക് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ. ബട്ട് ഇറ്റ് ആൾസോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്ലാസിഫിക്കേഷൻസ് കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ ഫാക്ടേഴ്സും ഒക്കെ നമുക്ക് 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളത് ഡെഫിനിഷൻ ഓഫ് ഫുഡ്. ഫുഡ് ഈസ് എ സോളിഡ് ഓർ ലിക്വിഡ് മെറ്റീരിയൽ വിച്ച് ക്യാൻ ബി കൺസ്യൂംഡ്, ഡൈജസ്റ്റ്, അബ്സോർബ് ഓർ മെറ്റബോളൈസ്. ഫുഡ് എന്ന് പറയുന്നത് സോളിഡ് ആവാം, ലിക്വിഡ് ആവാം. അത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നു, ആഫ്റ്റർ ദാറ്റ് അതെന്ത് ചെയ്യുന്നു, ഡൈജഷൻ നടക്കുന്നു, അബ്സോർബ് ചെയ്യുന്നു, ആൻഡ് ദാറ്റ് ഈസ് മെറ്റബോളൈസ്. ഇങ്ങനെയുള്ള സബ്സ്റ്റൻസ് നമ്മൾ എന്ത് വിളിക്കുന്നു, ഫുഡ് എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് എന്ന് പറയാനുള്ള ന്യൂട്രീഷൻ. ഇപ്പോൾ ഡെഫിനേഷൻ ഓഫ് ന്യൂട്രീഷൻ നോക്കുകയാണെങ്കിൽ 3 ഡെഫിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് പഠിക്കാൻ ഏറ്റവും നല്ലത് WHO ഡെഫിനേഷൻ ആയിട്ടുള്ള ന്യൂട്രീഷൻ ഈസ് ദ കോമ്പിനേഷൻ പ്രോസസ് ബൈ വിച്ച് എ ലിവിങ് ഓർഗാനിസം receives, utilizes for growth and maintenance and renewal of its components എന്ന് പറയുന്ന ഈ ഒരു ഡെഫിനേഷനാണ് ഏറ്റവും ബെറ്റർ. ആൻഡ് ഇഫ് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറ്റ് ഡെഫിനേഷൻസ് പഠിക്കാവുന്നതാണ്. നെക്സ്റ്റ് ഈസ് ന്യൂട്രിയൻസ്. ഇപ്പോൾ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ ഫുഡിൽ കാണുന്ന സെവറൽ കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ടൈപ്സ് ഓഫ് ന്യൂട്രിയൻസ് നമുക്കറിയാം. കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം എന്താണ്, ടൈപ്സ് ഓഫ് ന്യൂട്രിയൻസ് ആണ്. സോ ഫസ്റ്റ്ലി വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ പ്രോട്ടീൻ. അപ്പോൾ വാട്ട് ഇസ് മീൻ ബൈ എ പ്രോട്ടീൻ? ഇപ്പോൾ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ കുറേ അമിനോ ആസിഡ്സുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ദ മെയിൻ ഫങ്ഷൻ ഓഫ് എ പ്രോട്ടീൻ ഈസ് ഗ്രോത്ത് ഇൻ ചിൽഡ്രൻ ആൻഡ് മെയിൻ്റനൻസ് ഇൻ അഡൾട്ട്. കുട്ടികളിലാണെങ്കിൽ ഗ്രോത്തിന് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പ്രോട്ടീൻ. അതായത് പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരുമ്പോൾ എന്തുണ്ടാവും, പ്രോട്ടീൻ എനർജി മാൽ ന്യൂട്രീഷൻസ് കാണാൻ പറ്റും. ഇപ്പോൾ അഡൾട്ടിലാണെങ്കിൽ അഡൾട്ട്സിൽ നമ്മളെ ബോഡി മെയിൻ്റനൻസ്, മസിൽ ഗ്രോത്ത് കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത്, പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടീൻ 10 to 50% ഓഫ് എനർജി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡയറ്ററി സോഴ്സസിലെ എക്സാമ്പിൾസ് ആണ് മിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെ. ഇവരൊക്കെ റിച്ച് ഇൻ പ്രോട്ടീനാണ്. മിൽക്ക്, എഗ്ഗ്, ഫിഷ്, ബട്ടർ മിൽക്ക്, കേർഡൊക്കെ എന്താണ്, ഇറ്റ് കണ്ടെയ്ൻ പ്രോട്ടീൻ. ഇപ്പോൾ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് കാർബോഹൈഡ്രേറ്റ്സ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് 50 to 70% ഓഫ് എനർജി നമ്മളെ ബോഡിയിലേക്ക് കൊടുക്കുന്നത് ആരാണ്, ഫുഡിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഫുഡിൽ 50 to 70% ഓഫ് എനർജി നമുക്ക് കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ്സ് നിന്നാണ്. അപ്പോൾ പല ഫോംസിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സിനെ കാണാൻ പറ്റും. സ്റ്റാർച്ച്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ലാക്ടോസ് ഒക്കെ എന്താണ് എക്സാമ്പിൾ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അതായത് ഇവർ കെമിക്കൽ സ്ട്രക്ചറിൽ കുറച്ച് കമ്പോസിഷനിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ബട്ട് ഇവരെല്ലാം എന്താണ്, കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ദീസ് ആർ ദ ഡിഫറെൻറ്റ് വേരിയസ് ഫോംസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ നെക്സ്റ്റ് ഇവരെ ഡയറ്ററി സോഴ്സസ് പറയുകയാണെങ്കിൽ സെറിയൽസിൽ അതേപോലെ റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സിലാണ് കൂടുതലായിട്ട് നമ്മൾ ആരെ കാണുന്നത്, കാർബോഹൈഡ്രേറ്റ്സിനെ കാണുന്നത്. നെക്സ്റ്റ് ഈസ് ദ ഫാറ്റ്. ഫാറ്റ് എന്ന് പറയുമ്പോൾ 30 to 50% ഓഫ് എനർജി നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്, ഫാറ്റിൽ നിന്നാണ്. അപ്പോൾ ഫാറ്റ് നമുക്ക് 2 ഫോമിൽ കാണാൻ പറ്റും. എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സും ഉണ്ട്, ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസും ഉണ്ട്. ഇപ്പോൾ ഡയറ്ററി സോഴ്സസ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് എല്ലാ ഓയിൽസ്, അതായത് കോക്കനട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, മസ്റ്റാർഡ് ഓയിൽ, പീനട്ട് ഓയിൽ, ഇതെല്ലാം എന്താണ്, ഓയിൽസ് ആണ്. അപ്പോൾ ഈ ഓയിൽസ് എല്ലാം ഏത് കാറ്റഗറിയാണ്, ഇറ്റ് കണ്ടെയ്ൻ ഫാറ്റ്. ഓക്കെ, ഫാറ്റ് റിച്ച് ആയിട്ടുള്ള സാധനങ്ങളാണ് കംപ്ലീറ്റ് ഓയിൽസ്. അതുപോലെ തന്നെ ഈ ബട്ടർ, ഗീ, റെഡ് മീറ്റിൽ വന്ന് കാണാൻ പറ്റും ഓയിൽസ്, ഫാറ്റ് കാണാൻ പറ്റും. നെക്സ്റ്റ് ഈസ് ദ വൈറ്റമിൻ. ഇപ്പോൾ വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ ഇവർ എനർജി ഒരിക്കലും പ്രൊവൈഡ് ചെയ്യുന്നില്ല, ബട്ട് നമ്മളെ ബോഡിയിൽ വേരിയസ് ബോഡി ഫങ്ഷൻസ് ഇവർ പെർഫോം ചെയ്യുന്നുണ്ട്. 2 കാറ്റഗറി ആയിട്ട് ഇവർ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫാറ്റ് സോളബിൾ വൈറ്റമിൻസും ഉണ്ട്, വാട്ടർ സോളബിൾ വൈറ്റമിൻസും ഉണ്ട്. ഫാറ്റ് സോളബിൾ വൈറ്റമിൻസ് എന്ന് പറയുമ്പോഴേക്കും അവർ ഫാറ്റിൽ സോളബിൾ ആയിരിക്കും, എന്നാൽ വാട്ടറിൽ ഇവർ ഇൻസോളബിൾ ആയിരിക്കും. വാട്ടർ സോളബിൾ വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, വാട്ടറിൽ സോൾബിൾ ആയിരിക്കും, എന്നാൽ ഫാറ്റിൽ ഇൻസോൾബിൾ ആയിരിക്കും. അപ്പോൾ ഇതിൽ പഠിക്കാൻ എക്സാമ്പിൾ പഠിക്കാൻ ഏറ്റവും ഈസി വാട്ടർ സോൾബിൾ വൈറ്റമിൻസ് ആണ്. കാരണം വാട്ടർ സോൾബിൾ വൈറ്റമിൻസിൻ്റെ എക്സാമ്പിളാണ് വൈറ്റമിൻ ബി ആൻഡ് സി. ബാക്കി എല്ലാ വൈറ്റമിൻസ്, വൈറ്റമിൻ എ, ഡി, ഇ, കെ എല്ലാം വരുന്ന ഇതിലാണ്, ഫാറ്റ് സോൾബിൾ വൈറ്റമിൻ കാറ്റഗറിയിലാണ്. നെക്സ്റ്റ് ഈസ് ദ മിനറൽസ്. അപ്പോൾ മിനറൽസ് എന്ന് പറയുമ്പോഴേക്കും എനർജി പ്രൊവൈഡ് ചെയ്യുന്നില്ല, ബട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വേരിയസ് അതർ ബോഡി ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്, വൈറ്റമിൻസിനെ പോലെ തന്നെ മിനറൽസ്. അപ്പോൾ മിനറൽസിന് എക്സാമ്പിൾസ് നമ്മുടെ ബോഡിയിൽ 24 ടൈപ്പ് മിനറൽസ് നമുക്ക് കാണാൻ പറ്റും. അതിൽ കുറച്ച് മിനറൽസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാൽഷ്യം, ഫോസ്ഫറസ്, മാഗ്നീഷ്യം, സിങ്ക്, കൊബാൾട്ട്, ക്രോമിയം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ കാൽഷ്യം, ഫോസ്ഫറസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫോർമേഷൻ ഓഫ്
ബോൺ ആൻഡ് ടീത്തിൽ വെരി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഉള്ള ഒരാൾക്കാരാണ് ആര്, കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ്. അതുപോലെ തന്നെ അയൺ, ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ആവശ്യമാണ്, അയോഡിൻ ഫോർ ദ മെയിൻ്റെനൻസ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ്, ആൻഡ് സോഡിയം പൊട്ടാഷ്യം ഈസ് നീഡഡ് ഫോർ ദ മെയിൻ്റെനൻസ് ഓഫ് വാട്ടർ ബാലൻസ്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ദ വാട്ടർ. ഇപ്പോൾ വാട്ടർ എന്ന് പറയുമ്പോഴേക്കും വാട്ടർ ഈസ് എ തേഴ്സ്റ്റ് ക്വെഞ്ചർ എന്നാണ് പറയുക. അതായത് അപ്പാർട്ട് ഫ്രം ഇറ്റ് നമ്മളെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഇൻ്റർണൽ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഇതിൻ്റെ മെയിൻ ഫങ്ഷനാണ്. നെക്സ്റ്റ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ എനർജി സപ്ലൈ. അപ്പോൾ ന്യൂട്രിയൻസിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ദ എനർജി സപ്ലൈ. നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും, അതായത് എനർജി ഈൽഡിങ് ന്യൂട്രിയൻസ് ഉണ്ട്, നോൺ എനർജി ഈൽഡിങ് ന്യൂട്രിയൻസ് ഉണ്ട്. അപ്പോൾ എനർജി ഈൽഡിങ് ആണെങ്കിൽ അവർ എനർജി പ്രൊവൈഡ് ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എനർജി തരുന്നുണ്ട്. അപ്പോൾ എനർജി തരാത്ത ആൾക്കാർ ഏതൊക്കെയാണ്, വൈറ്റമിൻസ്, മിനറൽസ്, വാട്ടറൊക്കെ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയാണ്, നോൺ എനർജി ഈൽഡിങ് ന്യൂട്രിയൻസ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇത് 1 വേർഡിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓരോ ഗ്രാം, ഒരു 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിൽ എത്ര കിലോ കലോറി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 1 വേർഡിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. സോ എല്ലാവരും പഠിക്കണം, കാരണം ഇത് നമുക്ക് ആവശ്യമുള്ള ഒരു പോയിൻ്റാണ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ കംപ്ലീറ്റ് ന്യൂട്രിയൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ ടൈപ്സ് ഓഫ് ന്യൂട്രിയൻസ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊരു പോയിൻ്റായിട്ട് നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ 1 gram ഓഫ് കാർബോഹൈഡ്രേറ്റ് കണ്ടെയ്ൻ 4.1 കിലോ കലോറി, 1 gram ഓഫ് പ്രോട്ടീൻ കണ്ടെയ്ൻ 5.65 കിലോ കലോറി, ആൻഡ് 1 gram ഓഫ് ഫാറ്റ് കണ്ടെയ്ൻ 9.45 കിലോ കലോറീസ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ക്വാണ്ടിറ്റി. അപ്പോൾ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി ബേസ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും, മാക്രോ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ്. മാക്രോ ന്യൂട്രിയൻസ് പറയുമ്പോൾ ലാർജ് ക്വാണ്ടിറ്റീസിൽ നമ്മളെ ബോഡിക്ക് അവർ ആവശ്യമാണ്, അത് ഗ്രാം, കിലോഗ്രാം ആ ഒരു ക്വാണ്ടിറ്റിയിൽ ആവശ്യമാണ്. അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ് ഒക്കെ മാക്രോ ന്യൂട്രിയൻസ് ആണ്. മൈക്രോ ന്യൂട്രിയൻസ് ആരൊക്കെയാണ്, അപ്പോൾ വൈറ്റമിൻസ്, മിനറൽസ്, വാട്ടറൊക്കെയാണ് നമുക്ക് മില്ലിഗ്രാം മുതൽ മൈക്രോഗ്രാം വരെ ആ ലെവലിൽ മതി. അപ്പോൾ ഇവർ ഏതിലാണ്, മൈക്രോ ന്യൂട്രിയൻസ് എക്സാമ്പിളാണ്, സ്മോളർ ക്വാണ്ടിറ്റീസിൽ ആവശ്യമുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ കെമിക്കൽ കമ്പോസിഷൻ. കെമിക്കൽ കമ്പോസിഷൻ ബേസ് നോക്കുകയാണെങ്കിൽ ഓർഗാനിക് ന്യൂട്രിയൻസും ഉണ്ട്, ഇനോർഗാനിക് ന്യൂട്രിയൻസ് ഉണ്ട്. ഓർഗാനിക് ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോഴേക്കും അവരിൽ കാർബൺ കോമ്പൗണ്ട്സ് ഉണ്ടാവും. ഇനോർഗാനിക് ന്യൂട്രിയൻസിൽ എന്തില്ല, കാർബൺ കോമ്പൗണ്ട്സ് ഉണ്ടാവില്ല. ഇറ്റ് കണ്ടെയ്ൻ വേറെ ഹൈഡ്രജൻ ബാക്കിയൊക്കെ ഉണ്ടാവും, ബട്ട് കാർബൺ ഉണ്ടാകത്തില്ല. ഓക്കെ, നെക്സ്റ്റ് അതിന് എക്സാമ്പിളാണ് മിനറൽസ് ആൻഡ് വാട്ടർ. ഇപ്പോൾ ഇനോർഗാനിക് കോമ്പൗണ്ട്സിന് എക്സാമ്പിളാണ് മിനറൽസ് ആൻഡ് വാട്ടർ. ബാക്കി കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻസ് എല്ലാം എന്തിലാണ് വരുന്നത്, ഓർഗാനിക്കിലാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ്. അപ്പോൾ നമ്മൾ ന്യൂട്രിയൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ അതുവരെ പറഞ്ഞത് ബേസ്ഡ് ഓൺ ദ എനർജി സപ്ലൈ, ബേസ്ഡ് ഓൺ ദെയർ കെമിക്കൽ കമ്പോസിഷൻ, അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ ദെയർ ക്വാണ്ടിറ്റി. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഫുഡ്. ഇപ്പോൾ ഫുഡിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുവാണെങ്കിൽ നമുക്ക് ഫുഡിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ബേസ് ഓഫ് ഒറിജിൻ വെച്ചിട്ട് നമുക്ക് അനിമൽ ഒറിജിൻ ഫുഡ്സ് ഉണ്ട്, വെജിറ്റബിൾ ഒറിജിൻ അല്ലെങ്കിൽ പ്ലാൻ ഒറിജിൻ ആയിട്ടുള്ള ഫുഡും ഉണ്ട്. അപ്പം അനിമൽ ഒറിജിൻ എക്സാമ്പിൾ ആണ് മിൽക്ക്, മിൽക്ക് പ്രൊഡക്ട്സ്, എഗ്, ഫിഷ്, മീറ്റ് ഒക്കെ എന്താണ് അനിമൽ ഒറിജിൻസ് ആണ്. ബാക്കി സെറിയൽസ്, പൾസസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സ്, ഷുഗേഴ്സ് ഒക്കെ എന്തിന് എക്സാമ്പിളാണ്, പ്ലാന്റ് ഒറിജിൻ, വെജിറ്റബിൾ ഒറിജിൻ ഫുഡ്സിന് എക്സാമ്പിൾസ് ആണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ ഓൺ ദ ബേസ് ഓൺ ദ പ്രീഡോമിനൻറ്റ് ഫങ്ഷൻ ബേസിൽ നമുക്ക് ഫുഡിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എനർജി ഈൽഡിങ് ഫുഡ് ഉണ്ട്, അതുപോലെ ബോഡി ബിൽഡിംഗ് ഫുഡ് ഉണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് എ പ്രൊട്ടക്റ്റീവ് റെഗുലേറ്ററി ഫുഡ്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ബോഡി ബിൽഡിംഗ് ഫുഡ് പറയുന്നതിന് മുൻപ് നമുക്ക് എനർജി ഈൽഡിങ് പറയാം. അപ്പോൾ എനർജി ഈൽഡിംഗ് എന്ന് പറയുമ്പോഴേക്കും കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു കാറ്റഗറി വരുന്നത്. അതായത് എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ അതാരൊക്കെയാണ്, കാർബോഹൈഡ്രേറ്റ്, ഫാക്ടറും നല്ല എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. ബോഡി ബിൽഡിംഗ് ഫുഡിലാണ് പ്രോട്ടീൻ വരിക. കാരണം പ്രോട്ടീൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ബോഡി ബിൽഡിങ്ങിന് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന്. നമുക്ക് ജിമ്മിലൊക്കെ കണ്ടില്ലേ ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് പ്രോട്ടീൻ പൗഡറൊക്കെ എടുക്കുന്നത്. അപ്പോൾ ബോഡി ബിൽഡിംഗ് ഫുഡിന് എക്സാമ്പിളാണ് ആര്, പ്രോട്ടീൻസ്. നെക്സ്റ്റ് ഈസ് ദ പ്രൊട്ടക്റ്റീവ് ആൻഡ് റെഗുലേറ്ററി ഫുഡ് ഐറ്റംസിന് എക്സാമ്പിളാണ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. കാരണം ഇവർ നമ്മളെ ബോഡിയിൽ കുറേ ഫങ്ഷൻസ്, വൈറ്റൽ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. സോ ദോസ് ആർ പ്രൊട്ടക്റ്റീവ് ഫുഡ് ഐറ്റംസ്. നെക്സ്റ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഫുഡ് ഗ്രൂപ്പ്സ്. ഫുഡ് ഗ്രൂപ്പ്സിന് ബേസിൽ ഒന്നൊന്നുമല്ല, ഒരു I think 7 or 9 food groups are there. So the first one is the cereals and millets. അപ്പോൾ cereals and millets എന്ന് പറയുമ്പോഴേക്കും റൈസ്, വീറ്റ്, റാഗി, ബാജ്ര, പേൾ, മില്ലറ്റ്സ് ഒക്കെ എന്താണ് ഫസ്റ്റ് കാറ്റഗറിയാണ്. ആൻഡ് ദ സെക്കൻഡ് ഫുഡ് ഗ്രൂപ്പാണ് പൾസസ് ആൻഡ് ലെഗ്യൂംസ്. എല്ലാ പൾസുകളും ലെഗ്യൂംസും സെക്കൻഡ് ഗ്രൂപ്പാണ്. ആൻഡ് ദ തേർഡ് ഗ്രൂപ്പ് ഈസ് ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്.
and the fourth group is animal food, and the fifth is fats and oils, and sixth is the nuts, seeds, seventh one is ഷുഗർ ആൻഡ് ജാഗ്രി. അപ്പോൾ ഇതിലെ ഹെഡിങ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് എക്സാമ്പിൾസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് ആർ ദ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ്. അപ്പോൾ ഫുഡ് നമ്മൾ ഏതൊക്കെ രീതി ക്ലാസിഫൈ ചെയ്തു? ഒറിജിൻ ബേസിൽ ക്ലാസിഫൈ ചെയ്തു, അവരെ ഫങ്ഷൻ ബേസ്ഡ് ക്ലാസിഫൈ ചെയ്തു, അതുപോലെ തന്നെ ഫുഡ് ഗ്രൂപ്പ്സിൻ്റെ ബേസിൽ നമ്മൾ വരെ ക്ലാസിഫൈ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് മീൻ ബൈ ഒപ്റ്റിമൽ ന്യൂട്രീഷൻ. അപ്പോൾ ആൾ ദ ന്യൂട്രിയൻസ് ആർ ഇൻ പ്രോപ്പർ പ്രൊപ്പോർഷൻ ആണെങ്കിൽ അയാൾക്ക് ഒപ്റ്റിമൽ ന്യൂട്രീഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് എല്ലാ ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിക്ക് ഓരോ എല്ലാ ന്യൂട്രിയൻസും ആവശ്യമാണ്. അത് പ്രോപ്പറായിട്ട് ഒരു എമൗണ്ടിൽ, അത് ഓവർ ആവാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അണ്ടർ ന്യൂട്രീഷൻ ആണെന്ന് പറയും. അപ്പോൾ ഓവർ ആണെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ എന്താവും? ഓവർ ന്യൂട്രീഷൻ ആണെന്ന് പറയും. അപ്പോൾ ഒപ്റ്റിമൽ ന്യൂട്രീഷൻ പറയുമ്പോൾ പ്രോപ്പർ പ്രൊപ്പോർഷനിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? അങ്ങനെയുള്ള ഒരാൾ ഹൈറ്റ് ആൻഡ് വെയിറ്റ് പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും. അതായത് BMI കറക്റ്റായിരിക്കും, ഹെൽത്തി ആയിട്ടുള്ള പിങ്ക് നെയിൽസ് ഉണ്ടാവും, ലിവ്ലി ആയിട്ടുള്ള സ്കിൻ, എല്ലാം ഫ്രഷ് ആൻഡ് ലൈവ്ലി സ്കിന്ന്, ഹെയർസ് എല്ലാം ഉണ്ടാവും. ഗുഡ് പോസ്ചർ ആയിരിക്കും, അലേർട്ട് ആയിട്ടുള്ള ഐസസ്, ഗുഡ് അപ്പറ്റൈറ്റ്, ബവൽ മൂവ്മെൻറ്റ്സ് എല്ലാം നോർമലായിരിക്കും. ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ലൈഫ്, ഓവറോൾ ഗുഡ് ഹെൽത്ത് ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് നമുക്ക് അവരിൽ കാണാൻ പറ്റും. നെക്സ്റ്റ് ഈസ് അണ്ടർ ന്യൂട്രീഷൻ. അണ്ടർ ന്യൂട്രീഷൻ ആയിട്ടുള്ള ഒരാളെന്ന് പറയുമ്പോഴേക്കും ഇവർക്ക് ന്യൂട്രിയൻസ് ബിലോ ദ ബോഡി റിക്വയർമെൻറ്റ്, അതായത് ന്യൂട്രിയൻസ് ആവശ്യത്തിലേറെ കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി വെയിറ്റ് കുറവായിരിക്കും, പുവർ ബോഡി വെയിറ്റ് ആയിരിക്കും, ഭയങ്കര വീക്ക്, അതേപോലെ അപ്പതി, അതായത് മീൻസ് അവർക്ക് ആപ്പിറ്റൈറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഭയങ്കര ഡ്രൗസി ആയിട്ടൊക്കെ നമുക്ക് അവർ കാണാൻ പറ്റും. അതായത് എപ്പോഴും ഇൻഫെക്ഷൻസ് വരിക, അസുഖങ്ങൾ വരിക. അപ്പോൾ ഓവറോൾ ഒരു ഇൽ ഹെൽത്ത് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. നെക്സ്റ്റ് ഈസ് ഓവർ ന്യൂട്രീഷൻ. അതായത് ഈ ഒരു ന്യൂട്രിയൻസ് ഓവർ റിക്വയർമെൻറ്റ്, അപ്പോൾ നമ്മൾ റിക്വയർമെൻറ്റിലേറെ ഓവറായിട്ട് കൊടുക്കുകയാണെങ്കിൽ, വെൻ സം ന്യൂട്രിയൻസ് ആർ എബോവ് ഓവർ ന്യൂട്രിയൻസ് ആണ്, ഓവർ റിക്വയർമെൻറ്റ് ആണെങ്കിൽ, എസ്പെഷ്യലി ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീനൊക്കെ നമുക്ക് ആവശ്യത്തിലേറെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എന്തായി മാറി? ഓവർ ന്യൂട്രീഷനായി മാറി. അപ്പോൾ ഓവർ ന്യൂട്രീഷൻ ഉള്ള ഒരാളെന്തായിരിക്കും? കൂടുതലും ഒബേഴ്സ് ആയിട്ടാണ് നമ്മൾ കാണാൻ പറ്റുക. ഇവർക്ക് മെയിൻലി ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ പോലത്തെ അസുഖങ്ങൾ, അതിറോസ്ക്ലോസിസ് ഒക്കെ കാണാൻ പറ്റും. നെക്സ്റ്റ് ഈസ് മാൽ ന്യൂട്രീഷൻ. അപ്പോൾ മാൽ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ എയ്തർ ബിലോ ഓർ എബോ ആയിട്ടുള്ള ഓർ ഇംബാലൻസ് എന്താ വരുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ന്യൂട്രീഷനിൽ എന്തെങ്കിലും ഇംബാലൻസ് കാര്യങ്ങൾ വന്നാൽ അതെല്ലാം മാൽ ന്യൂട്രീഷൻ കാറ്റഗറിയിലാണ് വരിക. അതായത് ഫിസിക്കലി ഇൻ്റലക്ച്വലി അത് എഫക്റ്റ് ചെയ്യും. അതായത് ഇപ്പോൾ അണ്ടർ ന്യൂട്രീഷൻ, ഓവർ ന്യൂട്രീഷൻ ആയിട്ടുള്ള ആൾക്കാർ എല്ലാം ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതായിരിക്കും. നെക്സ്റ്റ് ഈസ് ദ റോൾ ഓഫ് ന്യൂട്രീഷൻ ഇൻ മെയിൻ്റെനൻസ് ഓഫ് ഹെൽത്ത്. അപ്പോൾ ഹെൽത്ത് മെയിൻ്റെനൻസിൽ ന്യൂട്രീഷൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് എന്ത്? ന്യൂട്രീഷൻ. ന്യൂട്രിയൻസ് ഇല്ലെങ്കിൽ കുട്ടികൾക്ക് പ്രോപ്പർ ഗ്രോത്ത് ഓർ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ ബോഡി സ്ട്രക്ചർ ആൻഡ് ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ഫങ്ഷണലായിട്ട് നല്ല രീതിയിൽ ഒരു ആക്റ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ആയിട്ട് നമ്മൾ ബോഡിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ, നമുക്കൊരു മെൻ്റൽ വെൽബീയിങ്ങിന്, അതേപോലെ തന്നെ ഡിസാബിലിറ്റീസൊക്കെ മിനിമൈസ് ചെയ്ത് ഫങ്ഷണൽ ഇമ്പയർമെൻ്റ് എല്ലാം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? ന്യൂട്രിയൻസ് വേണം. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ടു ഇൻഫെക്ഷൻ. ഇപ്പം ഫ്രീക്വൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകും. ഞാൻ പറഞ്ഞു അണ്ടർ ന്യൂട്രീഷൻ ആയിട്ടുള്ള ഒരാൾക്ക് ഓവറോൾ ഈ ഹെൽത്താണ്, ഫ്രീക്വൻ്റ് ആയിട്ട് അവർക്ക് ഈ ഒരു ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു ഇൻഫെക്ഷൻസിൻ്റെ ഒക്കറൻസ് ഒക്കെ കുറയ്ക്കണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ നല്ലൊരു ന്യൂട്രിയൻ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല ഒപ്റ്റിമം വെയിറ്റിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻ ഒക്കറൻസ് ഒക്കെ കുറക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു കംപ്ലീറ്റ് ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഡെഫിഷ്യൻസി ഡിസീസ്, അതായത് ന്യൂട്രിയൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അയാൾക്ക് ഡെഫിഷ്യൻസി ഡിസീസ് ഉണ്ടാവും. അതായത് പ്രോട്ടീൻ കുറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ്ഹുഡിലൊക്കെ പ്രോട്ടീൻ കുറയുമ്പോഴേക്കും പ്രോട്ടീൻ എനർജി മാൽ ന്യൂട്രീഷൻസ് കാര്യങ്ങൾ കുട്ടികളിൽ കാണാൻ പറ്റും. അപ്പോൾ ഓരോരോ മിനറൽസ് കുറയുന്നതനുസരിച്ച് അതിൻ്റേതായിട്ടുള്ള ഇപ്പം അയോഡിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഗോയിറ്റർ വരുന്ന പോലെ, അപ്പോൾ HB കുറയുമ്പോഴേക്കും എന്തുണ്ടാവും? അനീമിയ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് ഈസ് ദ റെഡ്യൂസ് മോർട്ടാലിറ്റി മോർബിഡിറ്റി റേറ്റ്. അതായത് നമുക്ക് ഒരു നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുക, നല്ലൊരു വെയിറ്റ്, ഒപ്റ്റിമൽ ന്യൂട്രീഷൻസ് കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഓവറോൾ ഒരു ഹെൽത്ത് അവിടെ ഇമ്പ്രൂവ് ചെയ്യുകയാണ്. നമ്മളെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും തോറും നമുക്ക് ഡെത്ത് റേറ്റ് കുറയ്ക്കാൻ പറ്റും. അതായത് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റും എല്ലാം നമുക്ക് കുറക്കാൻ പറ്റും. അപ്പോൾ ഒരു ഗുഡ് ന്യൂട്രീഷൻ ഇതെല്ലാം, അതായത് മോർട്ടാലിറ്റി മോർബിഡിറ്റി എല്ലാം കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്.
ചെയ്തത് റോൾ ഓഫ് ന്യൂട്രീഷൻ മെയിൻറ്റെയിനിങ് ഹെൽത്ത് ആണ്. 4 ഫാക്ടേഴ്സ് നമ്മൾ 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ റെസിസ്റ്റൻറ്റ് ടു ഇൻഫെക്ഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ ഡെഫിഷ്യൻസി ഡിസീസസിന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും മോർബിഡിറ്റി റേറ്റ് കുറയ്ക്കാനായിട്ടും എന്ത് വേണം? പ്രോപ്പർ ന്യൂട്രീഷൻ ആവശ്യമാണ്. നെക്സ്റ്റ് ഈസ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ന്യൂട്രീഷൻ. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫുഡ് പ്രിഫറൻസ്, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എന്നൊക്കെ പറയുമ്പോഴേക്കും ഫസ്റ്റ് വൺ ഈസ് ദ ലൈഫ് സൈക്കിൾ ഓർ ഏജ്. അതായത് ഓരോരോ ഏജ് ഗ്രൂപ്പുകാർക്ക്, അതായത് ഒരു ഇൻഫൻസ് ഓർ അഡോളസെൻറ്റ് പീരീഡിൽ നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഏറ്റവും കൂടുതലുള്ള പീരീഡാണ്. അവർക്ക് ന്യൂട്രിയൻസ് നന്നായിട്ട് ആവശ്യമാണ്. എന്നാൽ ഓൾഡർ ആയിട്ടുള്ള ആൾക്കാർക്ക്, നല്ല എൽഡർലി പീപ്പിൾസിനൊന്നും അത്ര കാർബോഹൈഡ്രേറ്റ്സ്, കലോറീസ് ഒന്നും ആവശ്യമില്ല. പ്രോട്ടീൻസ് ഒന്നും അവരത്ര വേണ്ടല്ലോ. അപ്പോൾ കലോറീസ് അവർക്ക് ഗ്രോയിങ് ഫേസിന് വെച്ച് നോക്കുമ്പോൾ ഈ ഓൾഡ് ഏജ് പീപ്പിൾസിന് കുറവാണ് കലോറി റിക്വയർമെൻറ്റ്. നെക്സ്റ്റ് ഈസ് ദ ജെൻഡർ. വെൻ കം ടു ജെൻഡർ, മെയിൽസ് ഹാവ് മോർ കലോറി റിക്വയർമെൻറ്റ്. പ്രോട്ടീൻ ഓർ കലോറി കൂടുതൽ വുമൻസിനെക്കാട്ടിലും ആവശ്യമാണ്. കാരണം നമുക്കറിയാം ഈ ഒരു മെൻസ് ആൻഡ് വുമൻസിൻ്റെ ബോഡി കമ്പോസിഷൻ ഡിഫറെൻ്റ് ആണ്. അതായത് മെൻസിനാണെങ്കിൽ മസിൽ മാസൊക്കെ കൂടുതലാണ്. സോ അവർക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പ്രോട്ടീൻ ആൻഡ് കലോറീസ് ആവശ്യം വരും. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് കൾച്ചർ ആൻഡ് ട്രഡീഷൻ. അതായത് ഒരു ഇൻഡിവിജ്വൽ, ഒരു പെർട്ടിക്കുലർ കൾച്ചറിലുള്ള ഒരു ഇൻഡിവിജ്വൽസിനെ വേറെ കൾച്ചറിലുള്ള ഫുഡ് കാര്യങ്ങൾ ചിലപ്പോൾ ഇഷ്ടമാവണമെന്നില്ല. ഇപ്പോൾ ഇന്ത്യൻസിനാണ് ചിലപ്പോൾ ചൈനീസ് ഫുഡ് ഇഷ്ടമാവണമെന്നില്ല. ചിലർക്ക് ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഇഷ്ടമാകത്തില്ല. എല്ലാ ഫുഡും ഇപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റണമെന്നില്ല. അപ്പം അതെന്ന് പറയുന്നത് എന്താണ്? അവരുടെ ട്രഡീഷൻ ആണ് അവർ ആ ഫുഡ് പ്രിഫറൻസിനെ എഫക്റ്റ് ചെയ്യുന്നത്. സോ അനദർ വൺ ഈസ് എ ട്രഡീഷൻ ഈസ് എ ഫാക്ടർ. നെക്സ്റ്റ് ഈസ് എ റിലീജിയൻ. ചില റിലീജിയൻസിൽ ചില ഫുഡുകൾ പ്രൊഹിബിറ്റഡ് ആണ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ബ്രഹ്മിൻസിൽ എന്ത് പ്രൊഹിബിറ്റഡ് ആണ്? നോൺ വെജ് ഐറ്റംസ് പ്രൊഹിബിറ്റഡ് ആണ്. സോ അവർ വെജിറ്റബിൾസ് ആണ് കൂടുതലും കഴിക്കുന്നത്. അങ്ങനെ ആകുമ്പോഴേക്കും നോൺ വെജിലുള്ള ന്യൂട്രിയൻസ്, ചില ന്യൂട്രിയൻസ് നമുക്ക് നോൺ വെജിൽ മാത്രം കിട്ടുന്ന തരം ന്യൂട്രിയൻസ് ഉണ്ട്, അത് അവർക്ക് ഡെഫിഷ്യൻസി വരും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് അവർ എടുക്കേണ്ടി വരും. അപ്പോൾ അതൊരു അനദർ ഫാക്ടറാണ് റിലീജിയൻ. നെക്സ്റ്റ് ഈസ് ദ ഫിഫ്ത്ത് ഫാക്ടർ ഇസ് ഫുഡ് ടാബൂസ്. ഫുഡ് ടാബൂസ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ചില ഫുഡുകളെ കുറിച്ച് ഒരു മിത്തുകൾ ഉണ്ടാവും. അതായത് കുറേ സൂപ്പർസ്റ്റിഷ്യൻസൊക്കെ പോലെ നമുക്ക് കുറേ അന്ധവിശ്വാസങ്ങൾ, ചില ഫുഡുകൾ ചില സമയത്ത് കഴിക്കാൻ പാടില്ല, ഈ ചില ഫുഡുകൾ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനത്തെ വിശ്വാസങ്ങൾ ഉള്ളതിനാൽ അവരെന്ത് ചെയ്യൂല, ആ ഫുഡ് കഴിക്കൂല. അപ്പോൾ അതിൻ്റെ ഡെഫിഷ്യൻസി, അതിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് അവർക്ക് കിട്ടൂല. അപ്പോൾ അങ്ങനെ ഡെഫിഷ്യൻസി വരാൻ ചാൻസ് കൂടുതലാണ്. അതിന് എക്സാമ്പിൾ പറയുവാണെങ്കിൽ പപ്പായ അവോയ്ഡ് ഡ്യൂറിങ് പ്രഗ്നൻസി. അപ്പോൾ സയൻറ്റിഫിക്കലി പപ്പായ പ്രഗ്നൻസി പീരീഡിൽ കഴിക്കുന്നത് നല്ലതാണ്, കാരണം റിച്ച് ഇൻ ന്യൂട്രിയൻ്റ് ആണ്. ബട്ട് നമ്മൾ സാധാരണ പറയാറ് പപ്പായ കഴിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ അതൊരു എക്സാമ്പിൾ ഫോർ മിത്ത്. നെക്സ്റ്റ് ഈസ് ദ പേഴ്സണൽ പ്രിഫറൻസ്. ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഫുഡുകളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. ചിലർക്ക് ഭയങ്കര സ്പൈസി ഫുഡായിരിക്കും, ചിലർക്ക് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഫുഡായിരിക്കും ഇഷ്ടമുണ്ടാവുക. അതുപോലെ തന്നെ ഫുഡിൻ്റെ കളർ, സ്മെല്ല്, അപ്പിയറൻസ് എല്ലാം നമ്മൾ അട്രാക്ട് ചെയ്യും. ചില ഫ്ലേവേഴ്സൊക്കെ അല്ലെ, സ്മെൽസൊക്കെ നമുക്ക് കേൾക്കുമ്പോഴേക്കും നമുക്ക് കഴിക്കാൻ വേണ്ടി തോന്നും. അതുപോലെ തന്നെ ചിലർക്ക് കുറേ കാണുമ്പോൾ കഴിക്കാൻ പറ്റത്തില്ല. ചിലർക്ക് കുറച്ച് ഫുഡ് കഴിക്കുന്ന ശീലമുള്ളവരുണ്ടാവും. കുറച്ച് ഇട്ട് പിന്നെ കുറച്ചുകൂടെ ഇടും, അങ്ങനെ. അപ്പം ഫുഡ് സൈസ് ഈസ് അനദർ ഫാക്ടർ എഫക്റ്റിംഗ് ദ ഫുഡ് പ്രിഫറൻസ്. നെക്സ്റ്റ് ഈസ് ദ സോഷ്യൽ എക്കണോമിക് ലെവൽ. അതായത് ഇപ്പോൾ ഒരു ലോവർ ഇൻകം ആയിട്ടുള്ള വീട്ടിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഹയർ ആൻഡ് ഭയങ്കര കോസ്റ്റ്ലി ഫുഡ് ഐറ്റംസ് കഴിക്കാൻ പറ്റണമെന്നില്ല. കൂടുതലായിട്ടും സാധാരണക്കാരൊക്കെ കൂടുതലായിട്ടും സെറിയൽസ് ആൻഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആയിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പം സെറിയൽ ഐറ്റംസ് ആയിരിക്കും അവർ കഴിക്കുക. ഈ ഭയങ്കരമായിട്ട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് വാങ്ങിക്കാൻ അവർക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നെക്സ്റ്റ് ഈസ് ദ ന്യൂട്രീഷണൽ നോളജ്. ന്യൂട്രീഷൻ നോളജ് എന്ന് പറയുമ്പോഴേക്കും എത്രത്തോളം ഒരു ന്യൂട്രീഷനെ കുറിച്ച് വിവരമുള്ള ഒരാൾ എന്ത് ചെയ്യും, ആ രീതിയിൽ ആളെ ഫുഡിൽ കുറേ ചേഞ്ചസ് വരുത്തും. അതായത് അയാൾക്കറിയാം എനിക്ക് ഇന്നത്തെ ന്യൂട്രിയൻസ് ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ അയാൾ എന്ത് ചെയ്യും, ആ ഒരു ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും. പക്ഷേ നോളജ് ഇല്ലാത്തൊരു വ്യക്തിക്ക് അറിയത്തില്ല ഇങ്ങനെ ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് നമ്മളെ ബോഡിക്ക്. അപ്പോൾ ചിലപ്പോൾ അവരത് അവയർനെസ് ഇല്ലാത്തതിനാൽ അവരത് കഴിക്കത്തില്ല. അറിവുള്ളവരെന്ത് ചെയ്യും, അവരുടെ ഡയറ്റിൽ ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഇൻക്ലൂഡ് ചെയ്യും, ജങ്ക് ഫുഡ് ഐറ്റംസൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ തന്നെ വരുന്നതാണ് അവൈലബിലിറ്റി ഓഫ് ഫുഡ്. അവൈലബിലിറ്റി ഓഫ് ഫുഡ് എന്ന് പറയുമ്പോഴേക്കും ചില ഏരിയാസ് ചില ഫുഡ് ഐറ്റംസ് അവൈലബിൾ ആയിരിക്കില്ല. അതുപോലെ തന്നെ ചില സിറ്റുവേഷൻസിൽ, പോവർട്ടി പോലത്തെ സിറ്റുവേഷൻസിലൊക്കെ എന്ത് ചെയ്യും, ഫുഡ് ഐറ്റംസിൻ്റെ ഒക്കെ കുറവ് വരാറുണ്ട്.
പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്, കുട്ടികളെ ഫുഡ് ഇൻടേക്കൊക്കെ മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ഒക്കെ. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, സ്ട്രെസ്സൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നന്നായിട്ട് കഴിക്കാൻ തോന്നും. ചിലർ നന്നായിട്ട് കഴിക്കും, ചിലർക്ക് കഴിക്കാനേ തോന്നത്തില്ല. അപ്പം പിന്നെ വരുന്നതാണ് ഒക്യുപ്പേഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ. അപ്പം ലൈഫ് സ്റ്റൈൽ ആയിട്ട് ഇപ്പം പലതരം ഡിസീസ് നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മളെപ്പോഴും നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ബിസി ആയിട്ടുള്ളവരെ കൂടുതലും ഇൻസ്റ്റൻറ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ ആയിട്ട് സ്റ്റിക്ക് ഔട്ട് ചെയ്തിരിക്കുമല്ലോ. സോ അതൊക്കെ തന്നെയാണ് അവരെ പ്രിഫറൻസിനെ ബാധിക്കുന്ന കാര്യങ്ങൾ. അപ്പം ദിസ് ആർ അബൌട്ട് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫുഡ് പ്രിഫറൻസ് ഓർ അബൌട്ട് ദിസ് ചാപ്റ്റർ. അപ്പോൾ ഒരു കംപ്ലീറ്റ് ചാപ്റ്റർ നമ്മൾ ഒറ്റ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.